ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ ഗംഗപ്രസാദിനെ പിടികൂടാൻ വേണ്ടി കാട്ടില് പോലത്തെ സ്ഥലത്ത് എത്തുന്നുണ്ട്. എത്തിയതിനു ശേഷം ഗംഗപ്രസാദ് ആ വെള്ളത്തിൽ മുങ്ങുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഗംഗപ്രസാദ് വെള്ളത്തിൽ മുങ്ങുമ്പോഴേക്കും കിരണും അതേ വെള്ളത്തിൽ തന്നെ മുങ്ങാട്ടോ. ഗംഗപ്രസാദിനെ മനസ്സിലായി ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും കിരൺ തന്നെ തട്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനു മുമ്പ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് മനസ്സിലാക്കിയ ഗംഗ വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വേഗം അപ്പുറത്തേക്ക് പോകുവാട്ടോ. കിരൺ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട്. അവൻ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്ക് കിരൺ പുറകെ കൂടി പോയിട്ട് ഒരൊറ്റ കാലം കൊണ്ട് ഒരൊറ്റ ചവിട്ടാണ് ഗംഗപ്രസാദ് അവിടേക്ക് മറിഞ്ഞു വീഴുവാട്ടോ. ശേഷം കിരൺ ഗംഗപ്രസാദിന്റെ കഴുത്തിനെ കയറി പിടിക്കുന്നുണ്ട്. ശേഷം നീ എന്താടാ വിചാരിച്ചത്? നീ എല്ലാവരും നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, വേറെ ആർക്കും ബുദ്ധിയില്ലെന്ന് നീ വിചാരിച്ചോ? ഒന്നോ രണ്ടോ പ്രാവശ്യം നീ അബദ്ധവശാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, എപ്പോഴും അതുപോലെ രക്ഷപ്പെടാൻ പറ്റില്ലടാ. നീ ഇല്ലാതാക്കിയത് ഒരുപാട് പേരുടെ പ്രതീക്ഷയാടാ, ജീവനാണ്, ജീവിതമാണ്. എന്തായാലും നിനക്കിനി ഒരു രക്ഷപ്പെടൽ ഉണ്ടാവില്ലടാ. ഇന്നത്തെ ദിവസം ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോകണമെന്നില്ല. കാരണം എന്താണെന്നറിയാവോ? അവിടെ ഏൽപ്പിച്ചാൽ നിന്നെ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകും. ജയിലിൽ കൊണ്ട് നീ അവിടെ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ നീ അവിടെ നിന്ന് മതിൽ ചാടിയോ അല്ലെങ്കിൽ ജയിൽ ചാടിയോ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടും. എന്തിനാ വെറുതെ? അതുകൊണ്ട് നിന്റെ ജീവിതം ഇന്നിവിടെ തീരുവാണ്. നീ മരിക്കാൻ പോവാടാ. നിന്നെ ഞാൻ കൊന്നാലേ ഒരു തരത്തിലും ആരും കേസ് എടുക്കാൻ പോകുന്നില്ല. അതെനിക്ക് പോലീസുകാർ തന്ന വാക്കാണ്. പിന്നെ നിന്നെ കൊല്ലുമെന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന അവളുണ്ടല്ലോ, അവളിപ്പം മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവുമായിരിക്കും. ചോര ഛർദ്ദിച്ചൊക്കെയാണ് അവൾ അവശയായിട്ട് തന്നെ ഇരിക്കണ്ടായിരുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ അങ്ങോട്ട് പരലോകത്തേക്ക് പറഞ്ഞേക്കാം എന്ന് പറയാണ്. അതേസമയം നമ്മുടെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ പ്രകാശിനോട് പറയണ്ടേ, എന്തൊക്കെ വന്നാലും കിരണിനോട് പറയണം പോലീസുകാരെ ഒരിക്കലും ഗംഗപ്രസാദിനെ ഏൽപ്പിക്കരുന്ന്. അവനെങ്ങാനും പോലീസുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്നു, പിന്നെ മുമ്പത്തെ കാര്യങ്ങൾ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക പ്രകാശ് ഏട്ടാ എന്ന് ലക്ഷ്മി പറയുമ്പോ പ്രകാശം പറഞ്ഞ അത് ലക്ഷ്മി പറഞ്ഞ ശരി തന്നെയാണ്. ഒരിക്കലും പോലീസുകാർ അവിടെ എത്തണ മുമ്പ് തന്നെ കിരൺ മോൻ അവൻ ഇല്ലാതാക്കിയിരിക്കണം. അപ്പൊ ലക്ഷ്മി പറയണ്ട്, കിരൺ അവനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കും. ഞാൻ സന്തോഷത്തോടു കൂടി ജയിലിലേക്ക് പോകും. കാരണം എന്റെ മോളും ഞാൻ സ്നേഹിക്കുന്ന കല്യാണി മോള്, പ്രകാശേട്ടൻ, കിരൺ മോൻ, അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞാൽ മാത്രം മതി. ഞാൻ എത്ര നാൾ വേണമെങ്കിൽ സുഖമായിട്ട് ഞാൻ ജയിലിലേക്ക് കിടക്കും. കാരണം അത്ര സന്തോഷത്തോടെ ഞാൻ കഴിയും എന്ന് പറയണം. അപ്പോ പ്രകാശം പറഞ്ഞിട്ട്, വേണ്ട ലക്ഷ്മി, നീയല്ല അവനെ കൊല്ലേണ്ടത്, ഞാനാണ്. ദീപക്ക് വേണ്ടിട്ട് ഞാൻ അതെങ്കിലും ചെയ്യണം. അവളുടെ നല്ല പ്രായത്തില് എനിക്ക് അവൾക്ക് ഒരു സന്തോഷവും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവളിപ്പോ മരിച്ചുപോയി. അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണത്, അവളുടെ ആത്മാവ് ആഗ്രഹിക്കണത് ഗംഗപ്രസാദ് മരിക്കണോന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാണെങ്കിൽ എനിക്ക് അവൾക്ക് വേണ്ടി അതെങ്കിലും ചെയ്തെന്ന് മനസ്സിൽ സമാധാനിക്കാമല്ലോ ലക്ഷ്മി എന്ന് പറയണം. കല്യാണി പറയണ്ട്, എല്ലാവർക്കും അവനെ കൊല്ലണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അച്ഛാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കിരണേട്ടൻ എന്തായാലും അവനെ കൊന്നിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ, അല്ലാതെ കിരണേട്ടൻ വരില്ല, എനിക്കത് ഉറപ്പാണ് എന്ന് പറയണം. അപ്പോ ഇനി അങ്ങനെ പോലീസുകാരെങ്ങനെ എത്തുവാണെന്നുണ്ടെങ്കിൽ അവനെ പിടിക്കില്ലേ മോളെ? അച്ഛാ, പോലീസുകാർ എത്തുകയാണെന്നുണ്ടെങ്കിലും ആരും അവനെ കൊണ്ട് ജയിലിലൊന്നും ആക്കാൻ പോകുന്നില്ല. അച്ഛനറിയില്ല എസ് ഐ ആരാണെന്ന്. ചന്ദ്രസേനൻ അതായത് കിരണേട്ടന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് എസ് ഐ. മാത്രല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ എവിടെ കണ്ടാലും സ്പോട്ടിൽ തീർത്തേക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. അവൻ എന്തായാലും ഉടനെ ആയുസ് അടുത്തു കഴിഞ്ഞു. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ മരിക്കും. കിരണേട്ടൻ ഇതിനോടക്കം തന്നെ അവനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ് എന്റെ കിരണേട്ടൻ അവനെ കൊന്നിട്ടേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കാട്ടോ. അതേ സമയമാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ സ്റ്റെഫിനെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സ്റ്റെഫി അവിടെ തന്നെ കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റെഫിക്ക് വയറ്റിനിട്ടും തലക്കിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ അടിയും ചവിട്ടൊക്കെ കൊണ്ടത് കൊണ്ട് തന്നെ സ്റ്റെഫിയുടെ മൂക്കിന്നും വായിന്നൊക്കെ ബ്ലഡ് വന്നിട്ടാണ് ഇന്ന് പോലീസ് ജീപ്പിലേക്ക് സ്റ്റെഫിനെ കയറ്റിക്കൊണ്ടു പോയത്. അതുകൊണ്ട് തന്നെ സ്റ്റെഫിയുടെ ആ അവസ്ഥ വെച്ചിട്ട് സ്റ്റെഫി മിക്കവാറും തട്ടിപ്പോവാൻ തന്നെയാണ് ചാൻസ്. എന്തായാലും ഗംഗപ്രസാദിനെ കിരൺ പിടിക്കുന്നുണ്ടോ? ഇനി ഗംഗപ്രസാദ് അതിൽ നിന്ന് ചാടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ. കാരണം നാളത്തെ എപ്പിസോഡിൽ ഇതന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവാ. ഗംഗപ്രസാദ് അഥവാ രക്ഷപ്പെട്ടില്ല എന്നാണെങ്കിൽ കിരൺ അയാളെ കൊല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കിരൺ അയാളെ കൊല്ലുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ആയിരിക്കും ജയിലിലേക്ക് പോകുന്നുണ്ടാവുക. കാരണം പ്രകാശ് എന്ന് പറഞ്ഞ ആള് ഇപ്പോഴാണ് നമ്മുടെ കല്യാണിനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ദീപക്ക് ആ ഒരു സന്തോഷം മനസ്സിലുണ്ടായത് മരിക്കണ സമയത്ത് മോൾക്ക് അമ്മയില്ലെങ്കിലും അച്ഛനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദീപ അവസാന നിമിഷങ്ങളിൽ മരിക്കാൻ നേരത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഒരിക്കലും പ്രകാശനെ ജയിലിലേക്ക് വിടില്ല. ലക്ഷ്മി തന്നെ പോകുള്ളൂ. അതായത് പോലീസുകാർ
വരുമ്പോ ഞാൻ കീഴടങ്ങിക്കോളാം എന്ന് ലക്ഷ്മി പറയുമ്പോ പോലീസുകാർ പറയും അതിനെ കീഴടങ്ങേണ്ട ആവശ്യമില്ല, ഇവനെ ഞങ്ങളാണ് അവൻ രക്ഷപ്പെടാൻ നോക്കിയപ്പോ ഞങ്ങൾ ഇടിച്ചു അങ്ങനെ മരിച്ചു എന്ന രീതി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കേസ് എടുത്തോളാം എന്നൊക്കെ പറയുമ്പോ ലക്ഷ്മി പറയണ്ട അത് വേണ്ട, ഇവനെ കൊന്നുള്ള കേസ് എനിക്ക് കിട്ടിക്കാൻ എനിക്ക് അത്രമാത്രം സന്തോഷമാണ്, എനിക്ക് ജയിലിൽ കിടക്കാൻ സന്തോഷമാണ്, ഇവനെ കൊന്നെന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടക്കാൻ സന്തോഷമാണെന്നൊക്കെ ലക്ഷ്മി പറയും. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിലെ പ്രൊമോയിൽ നമുക്കത് കാണാൻ സാധിക്കും. കല്യാണിക്കാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ കൂടി കൂടി വരുവാട്ടോ. പക്ഷെ അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ വെച്ചാൽ നമുക്ക്, നമ്മൾ ഈ അമ്പലത്തിൽ വന്നിട്ട് പോലും നമ്മൾ ചുറ്റുമുള്ളതൊന്നും നോക്കില്ല. ഇതന്നെയാ കിരണേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്, സൂക്ഷിച്ചും കണ്ടും പോണത്. ഭാഗ്യത്തിന് കിരണേട്ടനും ബൈജു നമ്മൾക്ക് മുമ്പ് തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രാച്ചാ നമ്മൾ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം കിരണേട്ടനെ കൊല്ലാൻ വേണ്ടി സ്റ്റെഫി ആൾക്കാരെ വെച്ചപ്പോ അവിടെ നിന്ന് കിരണേട്ടനെ രക്ഷിച്ചത് അച്ഛനാണ്. പക്ഷെ ഇപ്പൊ അച്ഛന്റെ മോളായിട്ടുള്ള കാർത്തിക ചേച്ചിനെയും ഭാര്യയായിട്ടുള്ള ലക്ഷ്മി അമ്മനെ രക്ഷിച്ചത് കിരണേട്ടനാണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടിട്ട് അവൻ ആ തോക്കിലെ വെടികൊണ്ട് കാർത്തിക ചേച്ചിയുടെ അല്ലെങ്കിൽ ലക്ഷ്മിയമ്മയുടെ നെഞ്ചിൽ തുളച്ചാണ്, അത് ഉറപ്പാണെന്ന് പറയുമ്പോ പ്രകാശം പറയണ്ട അതേ മോളെ, അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐക്യം എന്ന് പറയുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റുള്ള മരിക്കാൻ വരെ തയ്യാറാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല, എനിക്ക് കിരൺമോനൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പേടി മാത്രമേ ഉള്ളൂ മോളെ. എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ തോന്നുന്നുണ്ട്. ഗംഗപ്രസാദിനേക്കാളും ആരോഗ്യവും അതുപോലെ തന്നെ ശക്തിയൊക്കെ കിരണിനാണെന്നുണ്ടെങ്കിലും എന്തോ മനസ്സിന് വല്ലാത്ത പേടി പോലെ. കിരൺമോൻ ഒറ്റക്കാണല്ലോ പോയിരിക്കണത്. അച്ഛാ പേടിക്കണ്ട, കിരണേട്ടന് ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയേണ്ടത്, കിരണേട്ടൻ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രകാശം പറഞ്ഞില്ല മോളെ, എനിക്ക് വല്ലാത്ത പേടി തോന്നണം, അവൻ തിരിച്ചു വന്നാൽ മാത്രമേ എനിക്കിന് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ അവര് പോയ വഴിക്ക്. അതിനച്ഛാ നമ്മൾ അവരെവിടെയാ പോയി നമ്മൾ നോക്കിയില്ലല്ലോ. കിരണേട്ടൻ എങ്ങോട്ടാ പോയെന്ന്, ഗംഗപ്രസാദ് എങ്ങോട്ടാ പോയെന്ന് നമുക്കറിയില്ലല്ലോ. പോലീസുകാരെന്തായാലും ഇപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമായിരിക്കും എവിടെയാണെന്ന്. പക്ഷെ അവന്റെ ഇപ്പൊ മരിച്ചിട്ടുണ്ടോ, അവൻ ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയില്ലെന്ന് പറയുമ്പോ ലക്ഷ്മി പറയുന്നുണ്ട്, പ്രകാശേട്ട പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ബാഗിലുള്ള തോക്കെടുത്ത് കാണിക്കാട്ടോ. ഇത് കണ്ടില്ലേ തോക്ക്, ഗംഗപ്രസാദിനെ എവിടെ കണ്ടാലും വെടിവെക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച തോക്കാണ്. അങ്ങനെ അവനെങ്ങാനും പോലീസുകാരെ കിരണിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എങ്ങാനും കൊണ്ടുപോകാനാണ് പണിയെന്നുണ്ടെങ്കിൽ പ്രകാശേട്ടൻ നോക്കിക്കോ, ഈ തോക്കില് ഫുള്ളുണ്ടയാണ്, ഞാൻ ഇതിലൊരു ബുള്ളറ്റ് അവനെ നെഞ്ചിലേക്ക് തറയ്ക്കും, പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ തോക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പ്രകാശേട്ടൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങുമ്പോ സൂക്ഷിക്കണം, വാതിൽ തുറക്കരുതെന്നൊക്കെ. അപ്പോഴേക്കും എന്റെ കയ്യിൽ എപ്പോഴും ഈ തോക്ക് ഞാൻ മടക്കി പിടിക്കുമായിരുന്നു. കാരണം വാതില് ആരെങ്കിലും മുട്ടുമ്പോ അപ്പൊ തന്നെ അവനാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യട്ടെ. എനിക്ക് അത്രയ്ക്കും ധൈര്യമുണ്ട് പ്രകാശേട്ട ഇപ്പൊ. കാരണം ഞാൻ ജയിലിൽ പോയാലും എന്റെ മോള് സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ജീവിക്കും, എനിക്കത് മതി. പക്ഷെ മോൾ എനിക്കൊരു വാക്ക് തരണം, അഥവാ ഞാൻ ജയിലിൽ പോവാണെങ്കിൽ തന്നെ മോള് അതായത് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ ദിലീപായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. അല്ലാതെ ഞാൻ ജയിലിലാണ്, അയ്യോ അമ്മ ജയിലിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിന് സമ്മതിക്കാതൊന്നും ഇരിക്കരുത്. കാരണം ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചൊരു വിവാഹമാണ്, ദീപ ആഗ്രഹിച്ച വിവാഹമാണ്. അതുകൊണ്ട് മോളെ അതിൽ ഒരു മുടക്കവും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികനെ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് അറിയാൻ സാധിക്കും ഗംഗപ്രസാദ് മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.